ഒരു ഇൻഫെക്ഷൻ തന്നെയാണ് പലരിലും ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതും മറ്റ് ചിലവരിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം കുറക്കുന്നതും. ഈ ഒരു എച്ച് പൈലോരി എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആമാശയത്തിൽ താഴ്ഭാഗത്ത് ആണ് കൂടുകൂട്ടുന്നതെങ്കിൽ, ഇൻഫെക്ഷൻ ആകുന്നതെങ്കിൽ അവിടെയുള്ള ഒരു തരം കോശങ്ങൾ നീർക്കെട്ട് വരികയും അതിൽ നിന്നും ഗ്യാസ്ട്രിൻ എന്ന് പറയും. അതാണ് നമ്മുടെ ആസിഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു എൻസൈം. ഇനി മറ്റു ചിലവർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ അവരുടെ ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്താവാം. അവിടെ നിന്നും ഡി സെൽസ് എന്ന് പറയുന്നതിൽ നിന്നും സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്ന സെൽസ്. അപ്പോൾ അവിടെ ഇൻഫ്ലമേഷൻസ് വരുമ്പോഴും അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് വരുന്നത്. ചിലവർക്ക് അപൂർവമായിട്ട് മൊത്തത്തിൽ മേലെയും ഉണ്ടാവാം താഴെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് സൈക്ലിക് ആയിരിക്കും. എപ്പോഴാണ് ആസിഡ് കൂടുന്നത്, എപ്പോഴാണ് ആസിഡ് കുറയുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ ഒരു അസിഡിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂവിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബാക്ടീരിയ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രതിരോധ ശേഷിയും കൂട്ടുക, കറക്റ്റായി ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല പോഷകങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. സിങ്ക്, വിറ്റമിൻ സി, വിറ്റമിൻ ഡി, വിറ്റമിൻ ബി കോംപ്ലക്സ് അധികമായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. തീർച്ചയായും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്.